ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സെൽ വാളിൻ്റെ അതുപോലെ പ്ലാസ്മ മെംബ്രെയിൻ്റെയൊക്കെ പെർമിയബിലിറ്റിയാണ് പറഞ്ഞത്. പ്ലാസ്മ മെംബ്രെയിൻ സെലക്റ്റീവ്ലി ഓർ ഡിഫറൻഷ്യലി പെർമിയബിൾ ആണെന്നും സെൽ വാൾ ഓൾമോസ്റ്റ് ഓൾ സൊല്യൂട്ട്സിനെയും സോൾവൻസിനെയും പെർമിറ്റ് ചെയ്യുമെന്നും പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അബ്സോർപ്ഷൻ ഓഫ് സോയിൽ വാട്ടർ ആണ്. അതായത് റൂട്ട് സോയിലുള്ള വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നതിൻ്റെ ഡിഫറെൻറ്റ് മെക്കാനിസംസ്. അബ്സോർപ്ഷൻ ഓഫ് സോയിൽ വാട്ടറിൻ്റെ മെക്കാനിസം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് മുന്നേ ഓർഗൻ ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. വിച്ച് ഇസ് ദ ചീഫ് ഓർഗൻ ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ? റൂട്ട് ഹെയർസ് ആണ്. റൂട്ടിൽ കാണുന്ന നമുക്കറിയാം റൂട്ട്സ് ആണ് അബ്സോർബ് ചെയ്യുന്നത്. ദെൻ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ റൂട്ടിൻ്റെ ഏത് പാർട്ടാണ് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂട്ട് ഹെയർസ് ആണ്. ദേ ആർ ഇൻ ക്ലോസ് കോണ്ടാക്ട് വിത്ത് കാപ്പിലറി വാട്ടർ. കാപ്പിലറി വാട്ടറുമായിട്ട് ക്ലോസ് കോണ്ടാക്ട് കാണിക്കുന്ന റൂട്ട് ഹെയർസ് ആണ് വാട്ടർ അബ്സോർപ്ഷൻ്റെ ചീഫ് ഓർഗൻ. ദെൻ എവിടെയാണ് റൂട്ട് ഹെയർസ് കാണുക? ഇതാണ് റൂട്ട് ഹെയർ റീജിയൻ. ഇവിടെ കാണുന്ന ഈ സ്മോൾ സ്ട്രക്ചേഴ്സ് ആണ് റൂട്ട് ഹെയർസ് എന്ന് പറയുന്നത്. ആൻഡ് അതെവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിഫോർ ദ എപ്പിക്കൽ മെരിസ്റ്റം. എപ്പിക്കൽ മെരിസ്റ്റം കാണുക റൂട്ടിൻ്റെ ടിപ്പിലാണ്, അതായത് ഈ റീജിയനിലാണ് എപ്പിക്കൽ മെരിസ്റ്റം കാണുക. സോ എപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ മുകളിലായിട്ടാണ് റീജിയൻ ഓഫ് റൂട്ട് ഹെയർസ് കാണാൻ പറ്റുക. That area is usually characterized by the presence of root hairs, which increases the area of contact between the root surface and soil. എന്തിനു വേണ്ടിയിട്ടാ മേജറായിട്ട് വാട്ടർ അബ്സോർപ്ഷൻ നടക്കുന്ന റീജിയനിൽ ഇങ്ങനത്തെ സ്മോൾ റൂട്ട് ഹെയർ സ്ട്രക്ചേഴ്സ് റൂട്ട് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ ഏരിയ അല്ലെങ്കിൽ അബ്സോർപ്ഷൻ്റെ സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയാണ്. ഈ ഒരു റീജിയനിൽ റൂട്ട് ഹെയർസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഒരു സർഫസിന് മാത്രമാണ് എന്ത് ചെയ്യുക, അബ്സോർപ്ഷൻ പോസിബിൾ ആവുക. പക്ഷേ ഈ ഒരു റീജിയനിൽ കുറേ ഔട്ട് ഗ്രോത്ത്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി ഈ ഒരു ഔട്ട് ഗ്രോത്തിന് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം വാട്ടർ അബ്സോർബ് ചെയ്യാൻ പറ്റും. സോ റൂട്ട് ഹെയർസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അബ്സോർപ്ഷൻ ഏരിയ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്പർ ഓഫ് റൂട്ട് ഹെയർസ് വേരീസ് ഫ്രം സ്പീഷീസ് ടു സ്പീഷീസ്. അതായത് റൂട്ട് ഹെയർസ് എല്ലാ പ്ലാന്റ്സിലും ഒരുപോലെയല്ല. ഒരു സ്പീഷീസിലുള്ള അത്ര നമ്പർ ആയിരിക്കില്ല വേറൊരു സ്പീഷീസിന് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഹെർബ്സ് ഡെവലപ്സ് മോർ റൂട്ട് ഹെയർസ് ദാൻ വുഡി മെമ്പേഴ്സ്. അതുപോലെ തന്നെ ആൻജിയോസ്പേംസ് ഡെവലപ്സ് മോർ ദാൻ ജിംനോസ്പേംസ്. സോ ഓരോന്നിലും റൂട്ട് ഹെയർസിൻ്റെ നമ്പർ ഡിഫറെൻ്റ് ആണ്. ദെൻ വാട്ട് ഈസ് റൂട്ട് ഹെയർസ്? ദേ ആർ യൂണിസെല്ലുലാർ and tubular outgrowth of outer wall of epiblema or epidermis. Root epidermis എന്നുള്ള outgrowth ആണ്. റൂട്ട് എപ്പിഡെർമിസ് എന്നുള്ള ഔട്ട്ഗ്രോത്ത് ആണ്. ട്യൂബുലാർ ആണ്, അതുപോലെ തന്നെ യൂണിസെല്ലുലാർ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഫ്രം ദി റൂട്ട് എപ്പിഡെർമിസ്. റൂട്ടിൻ്റെ എപ്പിഡെർമിസ് എന്ന് ഫോം ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷൻ ആണ്. And they are thin-walled. Their cell wall and plasma membranes are freely permeable to water. Cell wallum plasma membrane freely permeable ആണ്, thin-walled ആണ്, tubular ആണ്, unicellular ആണ്, epidermis എന്നുള്ള extension ആണ്. Cell wall of root hairs has two layers. Outer layer is made up of pectin and inner layer with cellulose. Cell wall of root hairs are permeable to both solutes and solvents. നമ്മൾ നേരത്തെ പറഞ്ഞു റൂട്ട് ഹെയറിൻ്റെ സെൽ വാളും പ്ലാസ്മ മെംബ്രെയിനും ഫ്രീലി പെർമിയബിൾ ടു വാട്ടർ ആണ്. ദെൻ റൂട്ട് ഹെയറിൻ്റെ സെൽ വാള് സൊല്യൂട്ട്സിനും അതുപോലെ തന്നെ സോൾവൻസിനും ഫ്രീലി പെർമിയബിൾ ആണ്. ആൻഡ് ദിസ് സെൽ വാൾ എൻക്ലോസസ് പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് എ തിൻ ലെയർ ഓഫ് സൈറ്റോപ്ലാസം. സോ നമുക്ക് ഔട്ടർ മോസ്റ്റ് ആയിട്ട് എന്ത് കാണാൻ പറ്റും, ഒരു സെൽ വാൾ കാണാൻ പറ്റും. ദെൻ സെൽ വാളിൻ്റെ ഉള്ളിലായിട്ട് റൂട്ട് ഹെയറിന് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടായിരിക്കും. ദെൻ
പ്ലാസ്മ മെംബ്രെയിൻ്റെ ഉള്ളിലായിട്ട് ഇത് a thin layer of cytoplasm enclose ചെയ്തിരിക്കും. ഇതാ നമുക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും. ഈ ഡോട്ട്സ് ഇട്ട് മാർക്ക് ചെയ്തതാണ് thin layer of cytoplasm. Cytoplasm encloses a large central vacuole and a nucleus seen at the base. So ഇതിലുള്ള vacuole, large central vacuole ആണ് ഈ കാണുന്ന സ്പേസ്. Then a nucleus is present at the basal region of the root hair. ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ റൂട്ട് ഹെയർസിന് എന്തൊക്കെ പാർട്ടാണ് ഉള്ളത്? ഔട്ടർ മോസ്റ്റ് ആയിട്ട് ഒരു സെൽ വാൾ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, ദെൻ a thin layer of cytoplasm. Then ഈ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ ഒരു വാക്യൂൾ ഉണ്ട്, a large central vacuole and also a nucleus at the basal region. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് റൂട്ട് ഹെയർ എന്ന് പറഞ്ഞത് ഒരു യൂണിസെല്ലുലാർ ആണ്. ആ യൂണിസെല്ലുലാർ ആണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു പിക്ചറിന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വാട്ടർ അബ്സോർപ്ഷൻ, മെയിനായിട്ട് നമ്മൾ 4 ഫാക്ടേഴ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, അവൈലബിലിറ്റി ഓഫ് സോയിൽ വാട്ടർ. ഈസിലി അവൈലബിൾ സോയിൽ വാട്ടർ ടു റൂട്ടേഴ്സ് കാപ്പിലറി വാട്ടർ. നമ്മൾ പറഞ്ഞു റൂട്ട് ഹെയർസ് വെരി ക്ലോസ് ടു കാപ്പിലറി വാട്ടർ ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ ഫോർ റൂട്ട് എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് കാപ്പിലറി വാട്ടർ. വെൻ സോയിൽ വാട്ടർ ഈസ് ബിലോ ദ പെർമനൻറ്റ് വിൽറ്റിംഗ് പെർസെൻറ്റേജ് ഇറ്റ് വിൽ അഡ്വേഴ്സ്ലി എഫക്റ്റ് ദി അബ്സോർപ്ഷൻ. സോയിലിലെ വാട്ടർ ബിലോ പെർമനൻറ്റ് വിൽറ്റിംഗ് പെർസെൻറ്റേജ് ആണെങ്കിൽ അബ്സോർപ്ഷൻ അത് നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യും. Then രണ്ടാമത്തെ ഫാക്ടർ, ടെമ്പറേച്ചർ ഓഫ് ദ സോയിൽ. ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഫോർ നോർമൽ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഈസ് 20 to 30 ഡിഗ്രി സെൽഷ്യസ്. ലോ ടെമ്പറേച്ചർ ആയിരിക്കുന്ന സമയത്ത് സോയിൽ സൊല്യൂഷൻ ബിക്കം മോർ വിസ്കസ് ആയിരിക്കും. സോ പ്രോട്ടോപ്ലാസ്റ്റ് ലെസ് പെർമിയബിൾ ആയിരിക്കും, റൂട്ട് ഗ്രോത്ത് റിട്ടാർഡഡും ആയിരിക്കും. സോ വാട്ടറിൻ്റെ അബ്സോർപ്ഷൻ കുറവായിരിക്കും. സോ ലോ ടെമ്പറേച്ചറിൽ വാട്ടർ അബ്സോർപ്ഷൻ കുറവായിരിക്കും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാലും വാട്ടറിൻ്റെ അബ്സോർപ്ഷൻ കുറവായിരിക്കും. സോ മാക്സിമം വാട്ടർ അബ്സോർപ്ഷൻ നടക്കുക 20 to 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ ഒരു ടെമ്പറേച്ചർ ആണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ ഫോർ മാക്സിമം വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ കോൺസെൻട്രേഷൻ ഓഫ് സോയിൽ സൊല്യൂഷൻ. സോയിൽ സൊല്യൂഷൻ ഹൈപ്പർട്ടോണിക് ആണെങ്കിൽ എക്സോസ്മോസിസ് ആണ് നടക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെടിച്ചട്ടിയിൽ കൂടുതൽ ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ ഉപ്പിട്ടു എന്ന് വിചാരിക്കുക, സോൾട്ട്, അങ്ങനെയാണെങ്കിൽ ആ സോയിലിൽ സാൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. സോ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ ചട്ടിയിലുള്ള ചെടി ഇങ്ങനെ വാടിയിരിക്കും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചെടിയിലുള്ള വാട്ടർ എക്സോസ്മോസിസ് വഴി ചട്ടിയിലേക്ക് വരും. നമ്മൾ മാങ്ങ ഉപ്പിലിട്ട പോലെ, അതായത് മാങ്ങയാണ് ചെടി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്, നമ്മൾ ചട്ടിയിൽ ഉപ്പിട്ടത് ആ ബോട്ടിലിൽ ഉപ്പിട്ടത്. അപ്പോൾ മാങ്ങയിലുള്ള വാട്ടർ കണ്ടന്റ് ബോട്ടിലേക്കാണ് വരിക, അതേ എഫക്റ്റ്. സോ ഹൈപ്പർട്ടോണിക്, എക്സ്റ്റേണൽ സൊല്യൂഷൻ ഹൈപ്പർട്ടോണിക് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. സോ സോയിൽ സൊല്യൂഷൻ്റെ അല്ലെങ്കിൽ സോയിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ ഹൈപ്പർട്ടോണിക് ആണെങ്കിൽ എക്സോസ്മോസിസ് ആണ് നടക്കുക. സോ അത് അബ്സോർപ്ഷനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും. എൻഡോസ്മോസിസ് ആണ് നടക്കേണ്ടത്, പക്ഷേ ഹൈപ്പർട്ടോണിക് ആണ് എക്സ്റ്റേണൽ സൊല്യൂഷൻ എങ്കിൽ എക്സോസ്മോസിസ് ആണ് നടക്കുക. ദെൻ ലാസ്റ്റത്തെ ഫാക്ടർ ആയിട്ട് പറയുന്നത് എയറേഷൻ ഓഫ് ദി സോയിലാണ്. പുവർലി എയറേറ്റഡ് ആയിട്ടുള്ള സോയിലിൽ വാട്ടർ അബ്സോർപ്ഷൻ കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട്സ് റെസ്പിറേഷൻ്റെ ഫലമായിട്ട് റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് റൂട്ടിന് ചുറ്റും ഉണ്ടാവും. സോ ഈ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൻ്റെ അബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും. സോ ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻഹിബിറ്റ്സ് അബ്സോർപ്ഷൻ, ഹെൻസ് പുവർലി എയറേറ്റഡ് സോയിൽ റിട്ടാർഡ്സ് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ. റീസൺ ക്ലിയർ ആണല്ലോ. പുവർലി എയറേറ്റഡ് സോയിൽ ആവുമ്പോൾ റെസ്പിറേഷൻ്റെ ഫലമായിട്ട് റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് സോയിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് എസ്കേപ്പ് ചെയ്യില്ല. സോ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ മൂലം വാട്ടറിൻ്റെ അബ്സോർപ്ഷൻ കുറയും.